നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വെഞ്ഞാറമൂട് ഉണ്ടായ കൊലപാതകത്തിന് കാരണം സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടാണ് എന്നാണ് ആദ്യ മൊഴി ഇയാൾ കൊലപാതകി പറഞ്ഞത്. എന്നാൽ ഗൾഫിലുള്ള ഈ കൊലപാതകിയുടെ അച്ഛൻ പിതാവ് പറയുന്നത് അങ്ങനെ സാമ്പത്തിക ബുദ്ധിമുട്ട് ഇല്ല എന്നുള്ളതാണ്. അഫ്വാന് സാമ്പത്തിക ബാധ്യത ഉള്ളതായി അറിയില്ല എന്ന പ്രതി അഫ്വാന്റെ പിതാവ് റഹീം. പെൺകുട്ടിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് തനിക്ക് അറിയില്ലായിരുന്നു. സൗദിയിലുള്ള ബാധ്യതകൾ അല്ലാതെ മറ്റൊരു ബാധ്യതയും തനിക്കില്ല എന്നും റഹീം വ്യക്തമാക്കി. പിതാവിന് 75 ലക്ഷം രൂപയുടെ കടമുണ്ടെന്നാണ് 5 പേരെ കൊലപ്പെടുത്തിയ പ്രതി അഫ്വാന്റെ മൊഴി. കടത്തെ ചൊല്ലി വീട്ടിൽ കഴിഞ്ഞ ദിവസം തർക്കമുണ്ടായെന്നും അങ്ങനെയെങ്കിൽ ആരും ജീവിക്കണ്ട എന്ന് പറഞ്ഞുവെന്നുമാണ് അഫ്വാൻ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്നും പ്രതിയെ ചോദ്യം ചെയ്യുകയാണെന്നും കൊലപാതകത്തിന്റെ യഥാർത്ഥ കാരണം ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല എന്നുമാണ് പോലീസ് പറയുന്നത്. സാമ്പത്തിക ബാധ്യതയെ തുടർന്നാണ് കൂട്ടക്കൊല എന്ന അഫ്വാന്റെ പ്രാഥമിക മൊഴി കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം തുടരുന്നത്. വിദേശത്ത് സ്പെയർ പാർട്സ് കടയുള്ള പിതാവിന്റെ ബിസിനസ് തകർന്നതാണ് കടബാധ്യതയ്ക്ക് കാരണമെന്നാണ് പ്രതിയുടെ മൊഴി. എന്നാൽ തനിക്ക് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള കടമില്ല എന്നാണ് ഈ പ്രതിയുടെ അച്ഛൻ മൊഴി നൽകിയിരിക്കുന്നത്. കടബാധ്യതയ്ക്കിടെ പെൺസുഹൃത്തിനെ വീട്ടിൽ വിളിച്ചുകൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് വീട്ടിൽ തർക്കമുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ബന്ധുവീടുകളിലേക്കും പോയെന്നും അവിടെയും തർക്കമുണ്ടായെന്നും സഹായം ചോദിച്ചിട്ട് ആരും കൂടെ നിന്നില്ല എന്നുമാണ് പ്രതി പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. പ്രതിയുടെ മാതാവുമായാണ് തർക്കമുണ്ടായത്. ആദ്യം മാതാവിന്റെ കഴുത്ത് നെരിച്ചു. ഇതിനുശേഷം മരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. എന്നാൽ സഹായം ചോദിച്ച് ബന്ധുക്കളെ സമീപിച്ചപ്പോൾ ആരും കടം തന്നില്ല എന്നും പ്രതിമൊഴി നൽകി. ഇതിന് പിന്നാലെയാണ് കൂട്ടക്കൊല നടത്തിയത്. കൊല്ലപ്പെട്ട ഫർസാനയ്ക്ക് അഫ്സാനുമായുള്ള ബന്ധം വീട്ടുകാർക്ക് അറിയാമായിരുന്നുവെന്നാണ് ജില്ലാ പഞ്ചായത്ത് അംഗം ബിനോയ് പറയുന്നത്. വിവാഹത്തിന് വീട്ടുകാർക്ക് എതിർപ്പുണ്ടായിരുന്നില്ല. രാത്രികാലങ്ങളിൽ പുറത്തു പോകുന്ന പതിവ് അഫ്വാൻ ഉണ്ടായിരുന്നുവെന്നും ബിനോയ് പറയുന്നു. അഫ്വാനുമായുള്ള ബന്ധം പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് അറിയാമായിരുന്നുവെന്നാണ് ഫർഹാനയുടെ ബന്ധു താഹയും പറയുന്നത്. വിവാഹത്തിന് വീട്ടുകാർക്ക് സമ്മതമായിരുന്നു. പ്രണയബന്ധം ഫർഹാന വീട്ടിൽ പറഞ്ഞിരുന്നു. ഇന്നലെ വൈകിട്ട് 3:30 ട്യൂഷന് പോകുന്നുവെന്ന് പറഞ്ഞാണ് ഫർസാന അഫ്വാനൊപ്പം ബൈക്കിൽ പോയതെന്നും താഹ പറയുന്നു. എന്തായാലും വിവാഹം നടത്താനായി ഇരുന്നത് എങ്കിൽ പോലും ഈ ഒരു എന്തെങ്കിലും ഒക്കെ തന്നെ ഇയാൾ നേരത്തെ തന്നെ ഈ പെൺകുട്ടിയെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വന്നിരുന്നു. പക്ഷെ അതിന് അമ്മ എതിർത്തിരുന്നു എന്നാണ് പറയുന്നത്. തുടർന്ന് വിവാഹം കഴിക്കാനാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിനാണോ എന്നറിയില്ല, പെൺകുട്ടിയിൽ നിന്നും പണം ഈ ഒരു ഇത്തരത്തിലുള്ള പണവും സ്വർണവും ഒക്കെ തന്നെ ഇയാൾ ചോദിച്ചിരുന്നു. പ്രതി എപ്പോഴും ചോദിച്ചിരുന്നു. മാത്രമല്ല തന്റെ ചെലവിനായി പണം നൽകണമെന്ന് ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന മുത്തശ്ശിയോടും എപ്പോഴും അത് ചോദിച്ചിരുന്നു. പണമില്ലെങ്കിൽ കഴുത്തിലും കയ്യിലുമൊക്കെയുള്ള സ്വർണ്ണ വളകളോ മാലയോ ഒക്കെ തന്നെ ഊരി തന്നാലും മതി, ഞാൻ പണയം വെച്ചുകൊള്ളാം എന്നൊക്കെ പറഞ്ഞിരുന്നാലും പറയുമ്പോഴും ഒക്കെ തന്നെ ഈ മുത്തശ്ശി സമ്മതിക്കുന്നില്ല, തടയുകയായിരുന്നു ഇയാളെ. അതിന്റെയൊക്കെ കൂടി വൈരാഗ്യത്തിലാണ് ഈ മുത്തശ്ശിയും ഒക്കെ കൊന്നത്. എന്തായാലും അച്ഛൻ ഉടനെ തന്നെ നാട്ടിലേക്ക് എത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും അച്ഛന്റെ ആദ്യ പ്രതികരണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സത്യത്തിൽ എന്താണ് തന്റെ കുടുംബത്തിൽ നടന്നത് എന്ന് അറിയാത്ത ഒരു വല്ലാത്തൊരു അവസ്ഥയിൽ, മരവിച്ചൊരവസ്ഥയിൽ തന്നെയാണ് ആ മനുഷ്യനുള്ളത്. തന്റെ ഏറ്റവും അടുത്ത രക്തബന്ധുക്കളുടെ അല്ലെങ്കിൽ രക്തബന്ധത്തിൽ തന്റെ മകനും ഇത്തരത്തിൽ കാരണക്കാരനായി, തന്റെ മകനാൽ തന്റെ അമ്മയും സഹോദരന്റെ ഭാര്യയും സ്വന്തം ഭാര്യയും ഇളയ മകനും ഒക്കെ മരിച്ചതിന്റെ ഭാര്യ ഇപ്പോൾ ഗുരുതര നിലയിൽ ആശുപത്രിയിൽ കഴിയുകയാണ്. പക്ഷെ ഈ ഇളയ മകനും ഒക്കെ മരിച്ചതിന്റെ ഞെട്ടലിൽ തന്നെയാണ് ആ വ്യക്തി.